Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to the show. ഞാൻ ആഷിഖ് ജോയ്. So as usual, let us begin with a prayer. Pater noster qui es in cieli, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. 1917 മെയ് മാസം 13-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 13-ാം തീയതി വരെ മാതാവ് ഫ്രാൻസിസ്കോ ജസീന്ത സിസ്റ്റർ ലൂസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിള്ളേർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മെയ് മാസം 13 മുതൽ ഒക്ടോബർ മാസം 13 വരെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഒക്ടോബർ 13-നാണ് ഈ സൺ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മാസം, ഓഗസ്റ്റ് മാസം മാത്രം 15-ാം തീയതിയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ആക്ച്വലി 13-ാം തീയതി മാതാവ് വരുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവിടെയുള്ള ഗവൺമെൻറ് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് 13-ാം തീയതി മാതാവിന് ഈ കുഞ്ഞുങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. പിന്നീട് 15-ാം തീയതിയാണ് വന്നത്. ബാക്കി എല്ലാ മാസവും 13-ാം തീയതിയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ 1917 മെയ് മാസം 13-ന് പരിശുദ്ധ കന്യകാമറിയം വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് 3 രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. 3 സീക്രട്സ്. അതിൽ ഒന്നാമത്തെ രഹസ്യം, പരിശുദ്ധ കന്യകാമറിയം ഈ 3 കുഞ്ഞുങ്ങളെയും വിളിച്ച് മാതാവിങ്ങനെ കരം ഇങ്ങനെ വീശിയപ്പോൾ ഭൂമി തുറന്ന് ഭൂമിക്കടിയിൽ നിത്യ നരകം ഈ കുഞ്ഞുങ്ങൾ കണ്ടു. അപ്പോൾ ഇത് വത്തിക്കാൻ വെബ്സൈറ്റിൽ ഇത് അവൈലബിളാണ്. മാതാവ് വലിയൊരു അഗ്നി തടാകം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അത് ഭൂമിക്കടിയിലുള്ളതുപോലെ കാണപ്പെട്ടു. Plunged in this fire were demons and souls in human form like transparent burning embers. അതായത് പിശാചുക്കളെയും മനുഷ്യരൂപത്തിലുള്ള ആൾക്കാരെ എല്ലാം ഈ നിത്യ നരകത്തിൽ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ഈ അഗ്നി തടാകത്തിൽ നിന്ന് ഇടയ്ക്കിങ്ങനെ പുകയും തീയും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മുകളിലോട്ട്. ഈ സമയത്ത് ഇതിനോടുകൂടെ ഈ മനുഷ്യാത്മാക്കൾ മുകളിലോട്ട് വരുന്നു, പിന്നെയും താഴോട്ട് പോകുന്നു, മുകളിലോട്ട് വരുന്നു, താഴോട്ട് പോകുന്നു. നിത്യമായ പീഡനം. അപ്പോൾ ഇവർ കാണുന്ന ഈ ഭയാനകമായ രംഗം, ഇവർ പറയുന്നത് ദിസ് വിഷൻ ലാസ്റ്റഡ് ബട്ട് ആൻ ഇൻസ്റ്റൻറ്റ്. ഒരു നിമിഷത്തേക്ക് മാത്രമാണ് ഈ നരകം ഈ കുഞ്ഞുങ്ങൾ കണ്ടത്. ഒരു നിമിഷം മാതാവ് കാണിച്ചു കൊടുത്തുള്ളൂ. അത് തന്നെ കണ്ടിട്ട് ഇവർ അത്രമാത്രം ഭയന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് ശേഷം ഈ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല. ആട്ടിടയന്മാരാണല്ലോ. അപ്പം മാതാപിതാക്കൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഭക്ഷണം പോലും ഇവർ കഴിക്കത്തില്ല. ഇവർ പറയുന്നത് ഈ ആത്മാക്കൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിത്യാഗം ചെയ്യണം. അപ്പോൾ ഈ നരക ദർശനം കാണിച്ചു കൊടുത്തിട്ട് മാതാവ് പറയുന്നത് ഇപ്രകാരമാണ്: യു ഹാവ് സീൻ ഹെൽ വേർ ദ സോൾസ് ഓഫ് പുവർ സിന്നേഴ്സ് ഗോ. ഇതാ നിങ്ങൾ നരകം കണ്ടിരിക്കുന്നു, പാവപ്പെട്ട ആത്മാക്കൾ, പാപികളുടെ ആത്മാക്കൾ പോകുന്ന സ്ഥലം. ടു സേവ് ദം ഗോഡ് വിഷസ് ടു എസ്റ്റാബ്ലിഷ് ഇൻ ദ വേൾഡ് ഡിവോഷൻ ടു മൈ ഇമാക്കുലേറ്റ് ഹാർട്ട്. ഇങ്ങനെ ആൾക്കാരെ നരകത്തിൽ പോവാതിരിക്കാൻ, അവരെ രക്ഷിക്കാൻ, നരകത്തിലോട്ട് ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇഫ് വാട്ട് ഐ സേ ടു യു ഇസ് ഡൺ, മെനി സോൾസ് വിൽ ബി സേവ്ഡ് ആൻഡ് ദർ വിൽ ബി പീസ്. അപ്പോൾ ഇത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മാതാവ് പറയാണ്, ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെടുകയും അതിനോടൊപ്പം സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ഇനിയാണ് സെക്കൻഡ് സീക്രട്ട്. രണ്ടാമത്തെ സീക്രട്ട് മാതാവ് പറയുകയാണ് യുദ്ധത്തെ പറ്റിയിട്ട്. ദ വാർ ഈസ് ഗോയിങ് ടു എൻഡ്. യുദ്ധം ഇതാ അവസാനിക്കാൻ പോകുന്നു. അന്ന് 1-ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇഫ് പീപ്പിൾ ഡു നോട്ട് സീസ് ഒഫൻഡിങ് ഗോഡ്, ദൈവത്തിനെതിരെ മനുഷ്യൻ തിരിയുന്നത് മനുഷ്യൻ നിർത്തിയില്ലെങ്കിൽ, എ വേഴ്സ് വൺ വിൽ ബ്രേക്ക് ഔട്ട് ഡ്യൂറിങ് ദ പോണ്ടിഫിക്കേറ്റ് ഓഫ് പയസ് ദി 11th. മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇതിലും ഭയാനകമായ ഒരു യുദ്ധം വരാൻ പോവുകയാണ്. പയസ് 11-ാമൻ മാർപ്പാപ്പയുടെ കാലത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കി.
ആക്ച്വലി മാതാവ് പയസ് 11 എന്ന് തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് എന്ന്. കാരണം അന്ന് മാർപ്പാപ്പ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ബെനഡിക്റ്റ് 15 മാർപ്പാപ്പയാണെന്ന് തോന്നുന്നു അന്നത്തെ മാർപ്പാപ്പ. അപ്പോൾ ആക്ച്വലി മാതാവ് അടുത്ത വരാനിരിക്കുന്ന മാർപ്പാപ്പ സ്വീകരിക്കാനിരിക്കുന്ന പേരാണല്ലോ ഇവിടെ പറഞ്ഞത്, പയസ് 11 എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം മാതാവ് ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യണമല്ലോ വരാനിരിക്കുന്ന പാപ്പയുടെ പേര് പയസ് 11 എന്നായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ തന്നെ മാതാവ് പ്രെഡിക്റ്റ് ചെയ്തു എന്നാണ്. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെയല്ല എന്നുള്ളത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അടുത്ത മാർപ്പാപ്പയുടെ കാലത്ത് യുദ്ധം ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. മാതാവ് ആക്ച്വലി വർഷങ്ങൾക്ക് മുമ്പേ അടുത്ത പാപ്പ ആരാണ് എന്നിവിടെ പറയുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. When you see a light illumined by an unknown light, know that this is a great sign given you by God, that He is about to punish the world for its crimes by means of war, famine, and persecutions of the Church and of the Holy Father. അപ്പോൾ മാതാവ് പറയുകയാണ്, നിങ്ങൾ ഒരു അജ്ഞാത സോഴ്സിൽ നിന്നും പ്രകാശം ആകാശത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കുക, ഇതാ ദൈവം ലോകത്തെ പണിഷ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? ത്രൂ വാസ്, യുദ്ധങ്ങളിലൂടെയും ക്ഷാമങ്ങളിലൂടെയും, അതുപോലെ പെർസിക്യൂഷൻസ് ഓഫ് ദ ചേർച്ച് ആൻഡ് ഓഫ് ദി ഹോളി ഫാദർ, സഭയും പരിശുദ്ധ പിതാവും പീഡിപ്പിക്കപ്പെടും. ടു പ്രിവെൻറ്റ് ദിസ്, ഇത് തടയാൻ, ഐ ഷാൽ കം ടു ആസ്ക് ഫോർ ദ കോൺസെക്രേഷൻ ഓഫ് റഷ്യ ടു മൈ ഇമാക്കുലേറ്റ് ഹാർട്ട് ആൻഡ് ദ കമ്മ്യൂണിയൻ ഓഫ് റിപ്പറേഷൻ ഓഫ് ദ ഫസ്റ്റ് സാറ്റർഡേയ്സ്. മാതാവ് പറയാണ്, റഷ്യയെ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആദ്യ ശനി നിങ്ങൾ ആചരിക്കണം. പരിഹാരമായിട്ട് ആദ്യ ശനി ആചരിക്കണം. ഇഫ് മൈ റിക്വസ്റ്റ് ആർ ഹീഡഡ്, റഷ്യ വിൽ ബി കൺവേർട്ടഡ് ആൻഡ് ദർ വിൽ ബി പീസ്. എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ സ്വീകരിച്ചാൽ റഷ്യ മാനസാന്തരപ്പെടുകയും അവിടെ സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ഇഫ് നോട്ട്, ഇല്ലെങ്കിൽ, ഷീ വിൽ സ്പ്രെഡ് ഹെർ എറേഴ്സ് ത്രൂ ഔട്ട് ദ വേൾഡ്, കോസിംഗ് വാർസ് ആൻഡ് പെർസിക്യൂഷൻസ് ഓഫ് ദ ചേർച്ച്. The good will be martyred, the Holy Father will have much to suffer, various nations will be annihilated. In the end, my immaculate heart will triumph. The Holy Father will consecrate Russia to me, and she shall be converted, and a period of peace will be granted to the world. അപ്പോൾ റഷ്യയെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ റഷ്യ വഴി ലോകം മുഴുവനും എറേഴ്സ് പടരും. അതുപോലെ നല്ലവരായിട്ടുള്ള ആളുകൾ രക്തസാക്ഷികളാകേണ്ടി വരും. പരിശുദ്ധ പിതാവ് ഒത്തിരി സഹിക്കേണ്ടി വരും. രാജ്യങ്ങൾ ഇല്ലാതാവും എന്ന് മാതാവ് പറയുന്നുണ്ട്. പക്ഷേ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. പരിശുദ്ധ പിതാവ് റഷ്യയെ സമർപ്പിക്കും, എൻ്റെ വിമല ഹൃദയത്തെ പ്രതിഷ്ഠിക്കും. അങ്ങനെ എ പീരീഡ് ഓഫ് പീസ്, കുറച്ച് കാലത്തേക്ക് സമാധാനം ഉണ്ടാകും. നമുക്ക് നോക്കി കാണാൻ പറ്റും, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇത് ചെയ്ത് കഴിഞ്ഞ് റഷ്യ യുക്രൈൻ ആക്രമിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ടെമ്പററി പീസ് പീരീഡ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും റഷ്യ ഇപ്പം യൂറോപ്പിലോട്ട് കടന്നിരിക്കുകയാണ്, യുക്രൈൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം അന്ന് ഈ കോൺസെക്രേഷൻ ശരിയായ രീതിയിൽ നടന്നിട്ടില്ല എന്നാണ് ചില ബിഷപ്പുമാർ പറയണത്. കാരണം റഷ്യയുടെ പേരെടുത്ത് പറഞ്ഞ് ജോൺ പോൾ പാപ്പ കോൺസെക്രേറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് പാപ്പ വീണ്ടും കോൺസെക്രേറ്റ് ചെയ്തത്. ഒരിക്കൽ കോൺസെക്രേറ്റ് ചെയ്യാനല്ലേ മാതാവ് പറഞ്ഞുള്ളൂ, റഷ്യ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് റഷ്യയുടെ പേരെടുത്ത് പറയാതെ ലോകം മുഴുവൻ കോൺസെക്രേറ്റ് ചെയ്തു. അതുകൊണ്ട് വീണ്ടും റഷ്യ കോൺസെക്രേറ്റ് ചെയ്തു. തേർഡ് സീക്രട്ട് ഓഫ് ഫാത്തിമയിൽ പറയണത്, വത്തിക്കാൻ വെബ്സൈറ്റിൽ പറയണത്, തേർഡ് സീക്രട്ട് ഓഫ് ഫാത്തിമയിൽ പറയണത് പ്രകാരം മാതാവിനെ അവർ കാണുന്നു. കുഞ്ഞുങ്ങൾ മാതാവിൻ്റെ മുകളിലായിട്ട് ഒരു ദൂതൻ ഒരു ഊരിയ വാളുമായിട്ട്, കത്തി ജ്വലിക്കുന്ന വാളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ ദൂതൻ വലിയ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുകയാണ്, പെനൻസ് പെനൻസ് പെനൻസ്, പ്രായശ്ചിത്തം പ്രായശ്ചിത്തം പ്രായശ്ചിത്തം. ആൻഡ് വി സോ എൻ ഇമൻസ് ലൈറ്റ്. ഇതിനുശേഷം കുഞ്ഞുങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു. അത് ദൈവമാണ് എന്നവർക്കത് മനസ്സിലായി. പിന്നീട് അവർ കാണുന്നത് ആളുകൾ കണ്ണാടിയുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് പോലെ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു ബിഷപ്പ് ഇങ്ങനെ കടന്നു പോകുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു ചെങ്കുത്തായ മല കയറുന്നു. കൂടെ കർദിനാൾസും ബിഷപ്സും എല്ലാവരും കയറുന്നുണ്ട്. പിന്നീട് ആ മലമുകളിലെത്തിയപ്പോൾ, കുരിശിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടാൾക്കാർ വന്ന് വെടിയുതിർക്കുന്നു. അമ്പ് ചെയ്ത് അവിടെ പരിശുദ്ധ പിതാവ് രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് അറിയാം ജോൺ പോൾ പാപ്പയ്ക്ക് നേരെ ഉണ്ടായിരുന്ന അസാസിനേഷൻ അറ്റംപ്റ്റ്. പക്ഷേ ജോൺ പോൾ പാപ്പ കൊല്ലപ്പെട്ടില്ല.
അപ്പോൾ അത് മാതാവ് പ്രൊട്ടക്റ്റ് ചെയ്തത് തന്നെയാണ്, അത് പാപ്പയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കൊല്ലപ്പെട്ടില്ല, പക്ഷേ ഇതിൽ കൊല്ലപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ജോൺ പോൾ പാപ്പ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, കൊല്ലപ്പെടാൻ പോവും എന്ന് പറഞ്ഞ് ഫാത്തിമയിൽ പറഞ്ഞിട്ടുള്ള ആ പാപ്പ ഞാനല്ല എന്ന്. അതായത് മദർ ഓഫ് ഡിവൈൻ മേഴ്സി മെസ്സേജ് കൊടുത്തിട്ടുള്ള, ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തിക്ക് തന്നെയാണ്, കേരളത്തിലുള്ള ആ വ്യക്തിക്ക് തന്നെയാണ് മാതാവ് ഈ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പ്രത്യക്ഷപ്പെട്ട് ഈ മെസ്സേജ് കൊടുത്തിട്ടുള്ളത്. 2022 ഒക്ടോബർ 22 എനിക്ക് തോന്നുന്നു അന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഫീസ്റ്റാണെന്ന് തോന്നുന്നു. 2022 ഒക്ടോബർ 22 ജോൺ പോൾ, ഞാൻ ഒരുപാട് കാര്യമുണ്ട്, ഞാൻ ജസ്റ്റ് ആ ഭാഗം മാത്രം വായിക്കാം. ജോൺ പോൾ പാപ്പ പറയുകയാണ്, ഞാൻ ഫാത്തിമയിലെ കന്യകയുടെ ദാസനാണ്, അവളുടെ വാക്കുകളെ ചെവികൊള്ളുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഫാത്തിമ 3-ാം രഹസ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. 2022 ജോൺ പോൾ പാപ്പ പറയുകയാണ്, ഫാത്തിമ 3-ാം രഹസ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. എനിക്ക് നേരെ ജീവിതത്തിൽ നിറയൊഴിച്ചപ്പോൾ എന്നെ സംരക്ഷിച്ചത് ദൈവമാതാവായ ഫാത്തിമ മാത തന്നെയാണ്. എന്നാൽ എനിക്കുണ്ടായ അപകടമല്ല. ഫാത്തിമയിലെ 3-ാം രഹസ്യത്തിൽ നാഥ പറഞ്ഞ ആ ശ്രേഷ്ഠൻ ഞാനല്ല. ജോൺ പോൾ സെക്കൻഡ് പറയുകയാണ്, ഫാത്തിമയിൽ കൊല്ലപ്പെടും എന്ന് മാതാവ് പറഞ്ഞ മാർപ്പാപ്പ ഞാനല്ല എന്ന് വിശുദ്ധ ജോൺ പോൾ പാപ്പ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് കേരളത്തിലെ ആ ബാലന് കൊടുത്തിരിക്കുകയാണ്. 100 വർഷത്തിലേറെയായിട്ടും ഫാത്തിമ സന്ദേശങ്ങൾ അന്നത്തേതുപോലെ തന്നെ ഒളിമങ്ങാതെ നിൽക്കുന്നു. എന്നാൽ ഈ സന്ദേശങ്ങളുടെ പ്രസക്തി ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഈശോയുടെ 2-ാം വരവ് വരെ അതുപോലെ തന്നെ നിലനിൽക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സോ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും ബെനഡിക്താത്തുൻ മുളിയിരിബൂസ് എറ്റ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് ടു യേസൂസ് സാന്താ മരിയ മാതർ ദൈ ora pro nobis peccatoribus nunc et in hora mortis nostrae. Amen. Viva Christore.